ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു കാർസ് 360. ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് മാരുതി സുസുക്കിയുടെ ഏറ്റവും പുതിയ ഇഗ്നിസുമായിട്ടാണ്. മാരുതി സുസുക്കിയുടെ ഏറ്റവും ചെറിയ കോമ്പാക്റ്റബിൾ SUV എന്നറിയപ്പെടുന്ന ഇഗ്നിസാണ് നമ്മുടെ ഇന്നത്തെ റിവ്യൂവിൽ വന്നിട്ടുള്ളത്. മാരുതി സുസുക്കിയുടെ നെക്സ എന്ന ഷോറൂമിൽ മാത്രം അവൈലബിൾ ആയിട്ടുള്ള ഇഗ്നിസിന് 5.84 ലക്ഷം മുതൽ 8.21 ലക്ഷം എക്സ്ഷോറൂം പ്രൈസ് വരെയാണ് വില വരുന്നത്. വീഡിയോയിലേക്ക് കടക്കുന്നതിന് മുമ്പായിട്ട് കാർസ് 360 എന്ന ചാനൽ ആദ്യമായിട്ടാണ് നിങ്ങൾ കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. പിന്നെ അതിൻ്റെ സൈഡിലുള്ള ബെല്ലൈക്കണും ഓളാക്കാൻ മറക്കരുത്. എന്നാൽ മാത്രമേ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ വരികയുള്ളൂ. അപ്പോൾ സമയം കളയാതെ നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം. എഞ്ചിനിലേക്ക് വരുമ്പോൾ 1200cc പെട്രോൾ എഞ്ചിൻ മാത്രമാണ് ഇഗ്നിസിന് അവൈലബിൾ ആയിട്ടുള്ളത്. പിന്നെ ഓട്ടോമാറ്റിക് ട്രാൻസ്മിഷനിലും മാനുവൽ ട്രാൻസ്മിഷനിലും ഇഗ്നിസ് ലഭ്യമാണ്. 82 bhp പവറും 113 Nm ടോർക്കുമാണ് ഇഗ്നിസിൻ്റെ കരുത്ത്. 20 കിലോമീറ്റർ മൈലേജാണ് കമ്പനി അവകാശപ്പെടുന്നത്. ഫ്രണ്ടിലേക്ക് വരുമ്പോൾ ഒരു ചെറിയ SUV ലുക്കിൽ തന്നെയാണ് വന്നിരിക്കുന്നത്. കാരണം റൂഫ് റെയിൽസും സ്കഫ് പ്ലേറ്റ് എന്നിങ്ങനെയുള്ള SUVകൾ കണ്ടുവരുന്ന എല്ലാതരം ഫീച്ചേഴ്സും ഇഗ്നിസിന് മാരുതി നൽകിയിട്ടുണ്ട്. പിന്നെ ജീപ്പ് കോമ്പസിൻ്റെ ഗ്രില്ലൊക്കെ സാദൃശ്യം തോന്നുന്ന ഒരു ഗ്രില്ലാണ് ഇഗ്നിസിന് മാരുതി കൊടുത്തിട്ടുള്ളത്. അതിൻ്റെ നടുവിലായിട്ട് സുസുക്കിയുടെ ലോഗോവും കാണാം. LED പ്രൊജക്ടർ ഹെഡ്ലൈറ്റാണ് വന്നിട്ടുള്ളത്. അതിന് 3 വശങ്ങളിലായി LED DRL നൽകിയിട്ടുണ്ട്. താഴെയായി ഹാലോജൻ ഫോഗ് ലൈറ്റും നല്ല ഭംഗിയായി തന്നെ കൊടുത്തിട്ടുണ്ട്. സൈഡിലേക്ക് വരുമ്പോൾ ഏറ്റവും ശ്രദ്ധിക്കപ്പെടുന്നത് അതിൻ്റെ 15 ഇഞ്ചിൻ്റെ വളരെ മനോഹരമായ ബ്ലാക്ക് അലോയ്സ് തന്നെയാണ്. പിന്നെ ബോഡി ലൈൻസും എടുത്തു നിൽക്കുന്നുണ്ട്. റിയർ ഡോറിൻ്റെ വിൻഡോയുടെ അവസാന ഭാഗത്തൊരു കട്ടിങ് കാണാം. അത് റിയർ സീറ്റ് യാത്ര ചെയ്യുന്നവർക്ക് പുറത്തേക്കുള്ള കാഴ്ച കാണാൻ ചെറിയൊരു ബുദ്ധിമുട്ടുണ്ടാക്കുന്നുണ്ട്. എന്നാലും പുറത്തു നിന്ന് നോക്കുമ്പോൾ വളരെ ഭംഗിയായി തന്നെ അത് ചെയ്തിട്ടുണ്ട്. അതിൻ്റെ പിന്നിലായി 3 വരകളും ഭംഗിയായി നൽകിയിട്ടുണ്ട്. റിയറിലേക്ക് വരുമ്പോൾ വലിയ 2 ടെയിൽ ലൈറ്റും അതിന് നടുവിലായിട്ട് നമ്പർ പ്ലേറ്റും ക്രമീകരിച്ചിട്ടുണ്ട്. പിന്നെ വൈപ്പറും ഡീഫോഗറും ഇഗ്നിസിനും അവൈലബിൾ ആണ്. പിന്നെ ഏറ്റവും താഴെയായ ഒരു സ്കഫ് പ്ലേറ്റും കാണാം. എന്തുകൊണ്ടും വളരെ സ്റ്റൈലിഷ് ആയിട്ടുള്ള എക്സ്റ്റീരിയർ തന്നെയാണ് ഇഗ്നിസ് നൽകിയിട്ടുള്ളത്. ഇൻറ്റീരിയറിലേക്ക് വരുമ്പോൾ അത്യാവശ്യം ലുക്കുള്ള ഇൻറ്റീരിയർ തന്നെയാണ് ഇഗ്നിസിന് നൽകിയിട്ടുള്ളത്. പലയിടങ്ങളിലായി ബോഡി കളറുള്ള പാർട്സും കാണാം. സാധാ സ്റ്റിയറിംഗ് മൗണ്ടഡ് കൺട്രോൾസും അതിന് പിന്നിലായി ആനലോഗും ഡിജിറ്റലുമായിട്ടുള്ള ഇൻസ്ട്രുമെൻ്റ് ക്ലസ്റ്ററും കാണാം. ഇൻസ്ട്രുമെൻ്റ് ക്ലസ്റ്റർ കുറച്ചുകൂടി സ്റ്റൈലിഷ് ആക്കാമായിരുന്നു എന്നാണ് എൻ്റെ ഒരു അഭിപ്രായം. പിന്നെ ഡാഷ്ബോർഡിൻ്റെ ഒത്ത നടുവിലായി ഒട്ടിച്ച് വെച്ചതുപോലുള്ള 7 ഇഞ്ചിൻ്റെ വലിയ ടച്ച് സ്ക്രീനും അതിന് താഴെ ഓട്ടോമാറ്റിക് ക്ലൈമറ്റ് കൺട്രോളും വളരെ ഭംഗിയായി തന്നെ ക്രമീകരിച്ചിട്ടുണ്ട്. പിന്നെ പുഷ് ബട്ടൺ സ്റ്റാർട്ടും ഇഗ്നിസിന് അവൈലബിൾ ആണ്. റിയർ സീറ്റിലേക്ക് വരുമ്പോൾ എടുത്തു പറയേണ്ടത് 2 അഡ്ജസ്റ്റബിൾ ഹെഡ് റെസ്റ്റും 60-40 സ്പ്ലിറ്റ് സീറ്റുമാണ്. പിന്നെ അഡ്ജസ്റ്റബിൾ ഹാൻഡ് റെസ്റ്റ്, റിയർ AC വെൻ്റ് എന്നിങ്ങനെയുള്ള ഒരു ഫീച്ചേഴ്സും ഇഗ്നിസിന് അവൈലബിൾ അല്ല എന്നത് വലിയൊരു പോരായ്മ തന്നെയാണ്. ഓവറോൾ പറയുകയാണെങ്കിൽ മാരുതിയുടെ ഒരു കുഞ്ഞൻ SUV എന്ന് തന്നെ വേണം ഇഗ്നിസിനെ വിശേഷിപ്പിക്കാൻ. നിങ്ങളൊരു കുഞ്ഞൻ SUV വാങ്ങാൻ ആഗ്രഹിക്കുന്നവരാണെങ്കിൽ ഇഗ്നിസ് ഒരു ബെസ്റ്റ് ചോയ്സ് തന്നെയാണ്. കാരണം വളരെ ഭംഗിയുള്ള എക്സ്റ്റീരിയറും ഇൻറ്റീരിയറും തന്നെയാണ് ഇഗ്നിസിന് മാരുതി സുസുക്കി നൽകിയിട്ടുള്ളത്. ഇഗ്നിസിന് 11 വേരിയൻറ്റുകളായിട്ടാണ് അവൈലബിൾ ആയിട്ടുള്ളത്. നിങ്ങൾ ഇഗ്നിസ് എടുക്കാൻ നോക്കുകയാണെങ്കിൽ ബെസ്റ്റ് വാല്യൂ ഫോർ മണി വേരിയൻറ്റ് സീറ്റ് ആണ്. അതിൽ തന്നെ ആൽഫ വേരിയൻറ്റിൽ വരുന്ന 3/4 ഭാഗം ഫീച്ചേഴ്സും അവൈലബിൾ ആണ്. അപ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ കമൻറ്റ് വഴി അറിയിക്കാനും വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കരുത്. അടുത്ത വീഡിയോയുമായി വരുന്നതുവരെ സ്റ്റേ ട്യൂൺഡ്.